ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 17. ഡ്രഗ് എക്സ് ബിക്കം ഇൻഎഫക്റ്റീവ് ആഫ്റ്റർ 50% ഡീകമ്പോസിഷൻ. അതായത് ഒരു ഡ്രഗ് 50% ഇല്ലാണ്ടായി കഴിഞ്ഞാൽ 50% ഡീകമ്പോസ് ചെയ്താൽ അത് ഇൻഎഫക്റ്റീവ് ആകും. ദി ഒറിജിനൽ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ഇൻ എ ബോട്ടിൽ വാസ് 16 mg/ml വിച്ച് ബിക്കം 4 mg/ml ഇൻ 12 months. അതായത് 16 മില്ലിഗ്രാം ഉള്ള ആള് 4 മില്ലിഗ്രാം ആയിട്ട് മാറി. 16 പകുതി ആയാൽ 8 ഗ്രാം ആവും, 8 ഗ്രാം പകുതി ആയാൽ 4 ഗ്രാം ആകും. അപ്പൊ 16 4 ആവാൻ എത്ര സമയം എടുത്തു? 2 ടി ഹാഫ് എന്താണെന്ന് അറിയില്ലേ? പകുതി ആവാൻ എടുക്കുന്ന സമയം. അപ്പൊ ആദ്യം 16 എന്തായി? 8 ആയി. 8 വീണ്ടും 8ന്റെ പകുതി 4 ആയി. അപ്പൊ 2 ടി ഹാഫ് കടന്നുപോയി. ആ 2 ടി ഹാഫ് കടന്നു പോവാനുള്ള സമയമാണ് ആക്ച്വലി അവര് 12 മന്ത് തന്നിട്ടുള്ളത്. കെമിക്കൽ കൈനറ്റിക്സ് ആണ് ചാപ്റ്റർ. കെമിക്കൽ കൈനറ്റിക്സിലുള്ള ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് ബന്ധമായിട്ടുള്ള ഒരു ചോദ്യമാണിത് കേട്ടോ, കെമിക്കൽ കൈനറ്റിക്സ്. അപ്പം 16 4 ആവാൻ എടുത്ത സമയം 12 മന്തിനെ കൊണ്ട് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് ടി ഹാഫിന്റെ സമയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. 16 8 ആകുമ്പോൾ ഒരു ടി ഹാഫ്, 8 4 ആകുമ്പോൾ മറ്റൊരു ടി ഹാഫ്. അപ്പൊ 2 ടി ഹാഫിന്റെ സമയമാണ് 12 മന്ത്. അപ്പൊ ഒരു ടി ഹാഫിന്റെ സമയം എന്താ? 12/2 അല്ലേ? അപ്പൊ 6 മന്ത് എടുക്കും. കാരണം ഒരു ടി ഹാഫ് എന്ന് വെച്ചാൽ എന്താ? 50% ഡീകമ്പോസ് ചെയ്യാൻ വേണ്ട സമയം. അപ്പം ഇത് എക്സ്പയറി ടൈമാ. 50% ഡീകമ്പോസ് ചെയ്താൽ ഇൻഎഫക്റ്റീവ് ആവും, അതായത് എക്സ്പയർഡ് ആയി. അപ്പൊ ആ എക്സ്പയറി ടൈം മീൻസ് 50%, അതായത് ടി ഹാഫ് കണ്ടുപിടിച്ചാൽ മതി. ടി ഹാഫ് കണ്ടുപിടിക്കാൻ ഇൻഡയറക്റ്റ് ആയിട്ട് 16 ഗ്രാം 4 ഗ്രാം ആവാൻ എടുക്കുന്ന സമയം തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഫസ്റ്റ് ഓർഡറിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം ഫസ്റ്റ് ഓർഡറിൽ മാത്രമേ ടി ഹാഫ് എപ്പോഴും കോൺസ്റ്റന്റ് ആവുള്ളൂ. അതായത് 16 8 ആവാൻ എടുക്കുന്ന സമയവും 8 4 ആവാൻ എടുക്കുന്ന സമയവും സെയിം ആയിരിക്കും. 2 ടി ഹാഫും സെയിം ആയിരിക്കും. അത് ഫസ്റ്റ് ഓർഡറിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ടി ഹാഫ് കണ്ടുപിടിച്ചു. ആ ടി ഹാഫ് എന്ന് വെച്ചാൽ 50% ഡീകമ്പോസിഷൻ എടുക്കുന്ന സമയമാണ്. 50% ഡീകമ്പോസ് എടുത്താൽ ഇൻഎഫക്റ്റീവ് ആവും. അതാണ് എക്സ്പയറി ടൈം. അപ്പൊ ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യുക? 6 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 4 ആണ് എന്ത് ചെയ്യേണ്ട? മാർക്ക് ചെയ്യേണ്ടത്. കെമിക്കൽ കൈനറ്റിക്സ് ആണ് ചാപ്റ്റർ കേട്ടോ. ഓക്കെ.